എൻ്റെ പേര് മോളി, ഇതെൻ്റെ ഭർത്താവ് ബൈജു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 20 ഞാൻ മുമ്പ് ആൾത്താരയിൽ കയറി ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പല സാക്ഷ്യങ്ങളും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. 2ാം തവണയാണ് ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയാനായിട്ട് മാതാവ് അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടിയിൽ ഇപ്പം എനിക്ക് 3 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. അതിൽ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ 12 വർഷമായി വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഉടമ്പടിയിൽ ഞാൻ വെച്ച കാര്യമല്ല. പക്ഷേ ജോസഫച്ചൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ എപ്പോഴും ജോസഫച്ചൻ പറയാറുണ്ട്, നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് നമ്മളെ സംരക്ഷിക്കുമെന്ന്. ഞാൻ വീടിൻ്റെ കാര്യം പലരും എന്നോട് പറയാറുണ്ടെങ്കിലും ഞാൻ വിചാരിക്കാറ്, നമ്മളിപ്പോൾ ഹസ്ബൻഡ് ജോലി ഗൾഫിലായിരുന്നു, അത് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എങ്ങനെ അത് നടക്കും? അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല, വീടിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. പക്ഷേ മകൻ ലീവിന് വന്നപ്പോൾ വീട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു മനസ്സില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മകൻ പറഞ്ഞതല്ലേ എന്ന് ആലോചിച്ച് ഞാൻ ഒരു വീട് കാണാനായിട്ട് പോയി. അപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ ഉപ്പ് കൊണ്ടുപോയി ഞാൻ കൈപിടിച്ച് പോയിരുന്നു. ആ വീട് കാണാൻ ചെന്ന് ഞാൻ ആ മുറ്റത്ത് ഉപ്പിട്ടിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് അനുവദിച്ച വീടാണെങ്കിൽ നീ ഇതൊരുക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് 1 മാസത്തിൻ്റെ ഉള്ളിൽ ആ വീട് വാങ്ങുവാനും അത് പണി തുടങ്ങി. ഞങ്ങൾ ഒക്ടോബറിൽ വാങ്ങി, പണി തുടങ്ങി ഏപ്രിൽ മാസം 26 അത് വെഞ്ചിരിച്ച് കയറുവാനും ഞങ്ങൾക്ക് സാധിച്ചു. 2ാമത്തെ സാക്ഷ്യം, ഞാൻ 2021 എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് നിയോഗം വെച്ചിരുന്നു. ആ ജോലിയുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചിരുന്നു. ജോലിക്ക് ആൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർവ്യൂകളും ഏജ് ഓവറായി എന്ന് പറഞ്ഞ് ആൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അത് കേട്ട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പറയാറുണ്ടായിരുന്നു, ഗൾഫിലെ കൊറോണ സമയത്ത് നാട്ടിൽ പെട്ടതാണ്. അപ്പോൾ സാലറിയൊക്കെ വെട്ടിക്കുറച്ച് ഭയങ്കരമായ സാലറി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഗൾഫ് കൺട്രീസ് വേണ്ട, എനിക്ക് 6 അക്ക ശമ്പളമുള്ള ജോലി തന്നെ ശരിയാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന് മോസ്കോയിൽ ജോലി ശരിയായി. 5-10 ദിവസത്തിനുള്ള ആൾ പോകും. ഇത് തന്ന മാതാവിന് ഒത്തിരി നന്ദി. 3ാമത്തെ സാക്ഷ്യം, അപ്പൻ 4 വർഷമായിട്ട് ബോംബെയിൽ ഒരു ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പനെ കാണാനോ സംസാരിക്കാനോ നമുക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അപ്പനെ ഒന്ന് കാണാനും സംസാരിക്കാനും എനിക്ക് സാധിച്ചു തരണമെന്ന് പറഞ്ഞു. 1 വർഷം മുപ്പാട് നടന്നതാണിത്. പക്ഷേ സാക്ഷ്യം പറയാൻ സാധിച്ചിരുന്നില്ല. മാതാവ് അതിന് അവസരം ഒരുക്കി തന്നു. അപ്പനെ കാണുവാനും അപ്പനെ 20 ദിവസം മരിക്കുന്നതിന് മുപ്പാട് ശുശ്രൂഷ ചെയ്യാനും സാധിച്ചു. ഹസ്ബൻഡ് 20 ദിവസം രാവും പകലില്ലാതെ അപ്പനെ നോക്കി ശുശ്രൂഷിച്ചു. അതിൻ്റെ ഫലമായി മാതാവ് തന്ന ഗിഫ്റ്റാണ് ഇത്, ഞങ്ങളുടെ വീടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇവിടെ കിട്ടുന്ന പത്രം മാത്രമല്ല ഞാൻ കൊടുത്തിരുന്നത്. എല്ലാ മാസം 2021 തൊട്ട് ഞാൻ 1 മാസം പോലും മുടങ്ങാതെ കൃപാസനത്തിൽ വരുമായിരുന്നു. അപ്പോൾ എക്സ്ട്രാ പത്രങ്ങൾ വാങ്ങി തെരുവിലും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വിതരണം ചെയ്യായിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും 1 ദിവസം 10-12 പേർക്ക് ഭക്ഷണപൊതി തെരുവിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളരാനും ബൈബിൾ വായിക്കാനും പേഴ്സണൽ പ്രയർ ചെയ്യാനും എനിക്ക് സാധിച്ചു. ഞാനിവിടെ ഉപ്പ് വാങ്ങി കൊണ്ടുപോയി തേനും ഉപ്പൊക്കെ അക്രൈസ്തവരായ ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുത്തിരുന്നു. ഒത്തിരി പേര് അത് അനുഭവം പോലെ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് 46-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. പ്രഭാഷകൻ നമുക്ക് ഓരോരുത്തർക്കും വളരെ മനോഹരമായ
പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമുക്കിത് ലഭിക്കുന്നത്. മനോഹരമായ സന്ദേശങ്ങളാണ്. നമുക്കത് ഏറ്റെടുക്കാം, ഹൃദയത്തിൽ സ്വീകരിക്കാം. ഇവിടെ മോളി സി.ടി തൻ്റെ ഹസ്ബൻഡിനോടൊപ്പം വന്ന് തനിക്ക് ലഭിച്ച പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ സാക്ഷ്യങ്ങൾ ഏറ്റുപറയുകയായിരുന്നു. ഇവരുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. തങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതുമായ, ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാതെ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളാണ് ഇവർക്ക് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് സാധിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവർക്കൊരു വീട് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ അത് വളരെ വിദൂരത്തുള്ള സ്വപ്നമാണെന്ന് അവർ വിചാരിച്ചു. അതിനിടയിൽ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴെല്ലാം ഉടമ്പടിയിൽ തനിക്ക് ലഭിക്കുമെന്ന ഒരു വലിയ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. തങ്ങൾക്കെല്ലാം സാധ്യമാണെന്നുള്ള വലിയൊരു ആഗ്രഹവും സാധ്യതയും ഉണ്ടെങ്കിലും അത് നിയോഗത്തിൽ വയ്ക്കാൻ അവർക്ക് തോന്നിയില്ല. നിയോഗത്തിൽ വയ്ക്കാത്ത കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിലെ ആ മധ്യസ്ഥ പ്രാർത്ഥന ഇന്നും ഈ അൾത്താരയിൽ തുടരുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെയും ഉടമ്പടി പദ്ധതിയുടെയും പ്രത്യേകത. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ ഇപ്പോഴും ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് ഈശോ ആരാധന മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജോസഫ് അച്ഛനോട് നൽകിയ സന്ദേശം ഇതാണ്: ദുരന്തമുണ്ടാകാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ, ആ ദിവസങ്ങളിലുണ്ടായ ദുരന്തങ്ങൾക്ക് ശേഷം, ലോകത്തിലുണ്ടായ ഒരുപാട്, നമ്മുടെ നാട്ടിലുണ്ടായ ദുരന്തങ്ങൾക്ക് ശേഷം ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾക്ക് ആശ്വാസമുണ്ടാകുവാനും സമാശ്വാസം ലഭിക്കുവാനും വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നതും അമ്മ ഈ സന്ദേശം നൽകിയിട്ടുള്ളതും. ഭൂമിയെ മുഴുവനായി നാം സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നാം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൊച്ചു കൊച്ചു സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ ഒരു കൊച്ചു ആഗ്രഹമായിരുന്നു ഒരു വീട് വേണമെന്നുള്ളത്. പരിശുദ്ധ അമ്മ നിയോഗത്തിൽ വയ്ക്കാതെ തന്നെ അവരുടെ അത്യാവശ്യത്തെയും ആഗ്രഹത്തെയും കണ്ടറിഞ്ഞ് ഈശോയിൽ ആഗ്രഹം അവർക്ക് സാധിച്ചു കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു: എനിക്ക് 5 അക്കമുള്ള സാലറിയുള്ള ഒരു ജോലി ഹസ്ബൻഡിന് നൽകണമേ എന്ന പ്രാർത്ഥന. വളരെ നാം ചോദിച്ചതിലും അപ്പുറത്താണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥത്തിലൂടെ ഈശോയിൽ നിന്ന് സഹോദരിക്ക് ലഭിച്ചത്, ഹസ്ബൻഡിന് ലഭിച്ചത്. മോസ്കോയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി, ദൂരങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുന്നൊരു ദൈവത്തെയാണ് നാം ഓരോ സാക്ഷ്യങ്ങളിലും കാണുന്നത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. താൻ ആഗ്രഹിച്ച വിധത്തിൽ തന്നെ നല്ലൊരു ജോലി നൽകി ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജോസഫ് അച്ഛൻ നമുക്ക് നൽകുന്ന ഉടമ്പടി അപ്ഡേറ്റ് ആണ്. നമുക്ക് കുടുംബത്തിൽ തന്നെ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുക എന്ന ഒരു ഉടമ്പടി അപ്ഡേറ്റ് ഇപ്പോൾ അച്ഛൻ നമ്മോട് മെസ്സേജായി, പരിശുദ്ധ അമ്മയുടെ മെസ്സേജായി നമുക്ക് നൽകുന്നുണ്ട്. നമുക്കതനുസരിച്ചാണ് ഇവർ വളരെ അതിനു മുൻപ് തന്നെ തങ്ങളുടെ അപ്പച്ചനെ ശുശ്രൂഷിക്കുവാനായി ബോംബെയിൽ പോയി തങ്ങളുടെ ആഗ്രഹം പോലെ അപ്പച്ചനെ 20 ദിവസത്തേന് ശുശ്രൂഷിക്കുവാനും ദൈവത്തോട് നന്ദി പറയുവാനും മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിക്കുവാനുമുള്ള ഒരു വലിയ സൗഭാഗ്യം അവർക്കുണ്ടായി എന്ന് പറയുന്നു. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കാരണം ഇത് നമുക്ക് തലമുറകൾക്ക് കൈമാറുവാനുള്ള വലിയൊരു അനുഗ്രഹവും ഒരു ഉത്തരവാദിത്വവുമാണെന്ന് നാം കൈമാറേണ്ട കാര്യമാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഓരോ കൊച്ചു കാര്യങ്ങളും വലിയ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. നാം പറയുന്നത് പോലെ ഇത് വിശ്വാസം മാത്രമല്ല, വിശ്വസ്തത കൂടി ഉണ്ടാകണം ഈ ഉടമ്പടിയിലെന്ന് നമുക്കറിയാം. ഓരോ ഉടമ്പടി ധ്യാനങ്ങളും നാം കൃത്യമായി കേൾക്കുമ്പോൾ, നാം ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 5:30 മണിക്ക് നാം ഡെയിലി ബ്രെഡ് സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് അനുഗ്രഹമായി പ്രാപിക്കുന്നത്. ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു തിരിതെളിച്ച് പ്രാർത്ഥിച്ച് നാം നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ഉടമ്പടി കുടുംബമെന്ന് പ്രാപിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. നാം ഉടമ്പടി ക്ലാസ് കേൾക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സാധിക്കില്ല എന്ന്, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ 6 നിയോഗത്തിൽ എഴുതുക എന്ന് പറയുന്നത് അത് വെറുതെ അല്ല. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ മാതാവ് എല്ലാ സാഹചര്യങ്ങളിലേക്കും സമയങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ചു കൊണ്ട് കടന്നു വരുന്നു. പരിശുദ്ധ അമ്മ
എലീശ പുണ്യവതിയുടെ അടുത്തേക്ക് പോയതുപോലെ ശീഘ്രം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നു എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് ഓർമ്മിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ഉത്തരവാദിത്തം പരിശുദ്ധ അമ്മയെ പോലെ തന്നെ. സമറിയ സ്ത്രീ കുടം അവിടെ വെച്ച്, കുടത്തിൽ വെള്ളം നിറച്ചിരുന്നില്ല, കുടം അവിടെ വെച്ച് അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയി എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. അവൾക്ക് കുടം കൊണ്ടുപോകാമായിരുന്നു, പട്ടണത്തിൽ നിന്ന് പറഞ്ഞതിന് ശേഷം അവൾക്ക് നേരെ വീട്ടിലേക്ക് പോകാമായിരുന്നു. പക്ഷേ തൻ്റെ ഒഴിഞ്ഞ കുടം ഇനി അതിൽ ഈശോയാണ് അതിൽ നിറയ്ക്കാനുള്ളത്. ഈശോയാണ് നമ്മുടെ ഒഴിഞ്ഞ കുടങ്ങളിൽ വീഞ്ഞ് നിറയ്ക്കുന്നതും നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ആത്മീയതയെ നിറയ്ക്കുന്നത് ഈശോയാണ്. പരിശുദ്ധാത്മാവിനെ നിറച്ചു തരേണ്ട നമ്മുടെ ഒഴിഞ്ഞ ഹൃദയങ്ങളെ, ഒഴിഞ്ഞ കുടങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പട്ടണത്തിലേക്ക് അവൾ പോയത് എന്തുകൊണ്ടാണ്? പട്ടണത്തിലാണ് കൂടുതൽ ആളുകളുള്ളത്. അവിടെയുള്ള ആളുകളുമായിട്ടായിരുന്നു ആ സമറിയ സ്ത്രീക്കുണ്ടായിരുന്ന കോണ്ടാക്റ്റ്. നമുക്ക് ഒരു ഈശോയെക്കുറിച്ച് പറയാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ നേരെയാണ്. നമ്മുടെ എല്ലാ കാരുണ്യ പ്രവൃത്തികളെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും ഈശോയെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നായിരിക്കട്ടെ. നമ്മുടെ പിന്നിലുള്ളതിനെയെല്ലാം നമുക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടുവാൻ ഈ ഉടമ്പടി നമ്മെ സഹായിക്കും. അതാണ് പരിശുദ്ധ അമ്മയെ നമ്മെ നിത്യവും ജപമാലയിലൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജപമാല എന്ന 4 വലിയ രഹസ്യങ്ങളെ നാം അറിയുന്നത് ഈശോയെ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ നിഷ്കളങ്കമായ സ്നേഹമാണ്, ഈശോയുടെ സ്നേഹമാണ്. മോളിയുടെയും കുടുംബത്തിനെയും മനോഹരമായ സാക്ഷ്യത്തിനു വേണ്ടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.